സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന യാത്ര ഇന്നലെ മംഗലാപുരത്ത് അവസാനിച്ചുല്ലേ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്ക് കേരളീയ മുസ്ലിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്, എത്ര വലിയ നേതാക്കന്മാരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൻ്റെ ഒരു നേതൃത്വം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു നേതൃത്വം. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഭാഗ്യവാന്മാരാണ്. ഞാൻ അതിൻ്റെ ഒരു സനത് ഇങ്ങനെ പരിശോധിക്കുകയായിരുന്നു. മുത്തുക്കോയത്തങ്ങൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ ഉസ്താദ് ഷംസുലുലമയാണ്. ഷംസുലുലമയുടെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉസ്താദ് ആരാ? ഖുത്തുബി മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ എന്നൊരു ഉസ്താദാണ്. വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉസ്താദാണ് മഖ്ദൂം രണ്ടാമൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ ഉസ്താദ് ഷെയ്ഖ് സക്കരിയ അൽ അൻസ്വാരി റഹിമഹുല്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് പിന്നെ നമുക്കറിയാം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് ഇമാം നാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം നാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടുന്ന് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. ഈ ഒരു സനത് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ ശരിക്കും ആ ഒരു കപ്പലിൽ തന്നെയാണ് നിലകൊള്ളേണ്ടത്.